അരുൺ, നമ്മളൊന്ന് പഹൽഗാമിലാണ്. ഇവിടുന്ന് കുറച്ചകലെ ഏറെക്കുറെ 2 കിലോമീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം ഈ ഭീകര ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ആരെയും അതായത് ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളെ അടക്കം ആരെയും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് വിനോദസഞ്ചാരികളൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും മനോഹരമായൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിമനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഉണ്ടാവുകയും ഇവിടുന്ന് ആളുകളെയൊക്കെ ഈ പ്രദേശത്തുകൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ വലിയ സുരക്ഷ ഒന്നും എന്താണെങ്കിലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത്തരത്തിൽ വലിയ സുരക്ഷാ വിന്യാസങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ടൂറിസ്റ്റുകളെ ആരെയും കടത്തിവിടാതെ ഈ മേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നത്. അത്തരത്തിൽ മനോഹരമായ ഒരു സ്ഥലമാണ്. ബൈസരൺ പുൽമേട്ടിലേക്കുള്ള കാനന പാതയാണ് ഈ ഫൽഗാമിൽ നിന്ന്, അല്ലേ? തീർച്ചയായും അരുൺ, ഈ ബൈസരണിലേക്ക് പോകുന്ന കാനന പാതയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ മലനിരകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് പൈൻ മരങ്ങളൊക്കെ കാണാൻ കഴിയും. അതുമാത്രമല്ല, ഇതിന് നടുകിലൂടെ ഒരു മനോഹരമായ നദി ഒഴുകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചില ആളുകൾ നിൽക്കുന്നത് കാണാൻ കഴിയും. അതുവഴിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടെ നിന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം കുതിരപ്പുറത്തും നടന്നുമൊക്കെ വേണം ബൈസരൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി. അത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ട് വേണം അങ്ങോട്ട് എത്താൻ എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ പോലും അതിമനോഹരമായ സ്ഥലം ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ബൈസരൺ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നടക്കമുള്ള പേരുകൾ ഈ സ്ഥലത്തെ വിളിക്കുകയും ചെയ്യുന്നത്.